ജീവികയുടെ ഡയറക്ടറായിട്ട് വരുന്നത് പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. ആ സാഹചര്യത്തിൽ ഒട്ടും ഒരുക്കമില്ലാതെയാണ് ഞാൻ ജീവികയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. എനിക്കും ഭാഷയിൽ നൈപുണ്യമില്ല, ഇവരുമായി ഇടപഴകിയിട്ടുള്ളൊരു പരിചയമില്ല. പക്ഷേ പ്രൊവിൻഷ്യൽ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് വളരെയേറെ ഭീതിയോടെയും അല്ലെങ്കിൽ പ്രയാസത്തോടെയും അങ്കലാപ്പോടുകൂടിയൊക്കെയാണ് ഞാനിത് ഏറ്റെടുത്തെങ്കിലും ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഒരുപക്ഷെ പലരും പ്രവർത്തിക്കാൻ മടിക്കുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അർഹിക്കുന്ന ഒരു അംഗീകാരമോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ ലഭിക്കാത്ത ഒരു മേഖലയാണ് അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ അവർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഒക്കെ സംതൃപ്തിയും ഒക്കെ വലിയൊരു കാര്യമാണ്. ആ സംതൃപ്തി എനിക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. അത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വളരെ സംതൃപ്തനാണ്, സന്തോഷവാനാണ്. കാരണം അവരിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹവും അവരോട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ആ ഊഷ്മളതയും ഒക്കെ എനിക്ക് ഏറെ കൃതജ്ഞത നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് 3 സ്ഥാപനങ്ങളുണ്ട് ജീവിക അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. 2005 കാലഘട്ടത്തിൽ കോഴിക്കോട് SRC സോഷ്യോ റിലീജിയസ് സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജീവിക ഔട്ട്റീച്ച് സർവീസ് എന്നൊരു സ്ഥാപനം അവിടെ സ്ഥാപിക്കപ്പെട്ടു. അതിൽ ഇന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നു. കോഴിക്കോടും അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്തുത്യർഹമായ സേവനം ആ ഭാഗത്ത് ഈശോസഭക്കാരും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ചേർന്ന് അവിടെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ 2023-24 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തെ ലയോള കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എക്സ്റ്റൻഷൻ സർവീസുമായി ബന്ധപ്പെട്ട് LESൽ ആരംഭിച്ച ലയോള ജീവിക എക്സ്റ്റൻഷൻ സർവീസ് അവിടെയും ഇന്ന് വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. ധാരാളം അതിഥി തൊഴിലാളികൾ അവിടെ കടന്നു വരികയും അവർക്കാവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഈ 3 കേന്ദ്രങ്ങളിലും ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് കേരളത്തിൻ്റെ ഈശോസഭക്കാരുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയൊരു മേഖല അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെ അർഹിക്കുന്നവർക്ക് ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ സേവനങ്ങളിൽ നിങ്ങളുടെയും കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണ്. സാധിക്കുന്നവരെല്ലാം ഇതിൽ ഭാഗവാക്കാകണം എന്നുള്ളതും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾക്കിതിനായിട്ട് പ്രത്യേകം ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളുടേതായ ആനുവൽ ബഡ്ജറ്റിലൂടെയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ വളരെ ചുരുക്കം പേരൊക്കെ ചെയ്യുന്ന ചെറിയ സംഭാവനകൾ അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെയാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തന മേഖലകളിൽ സഹായകമായിട്ടുള്ളത്. അപ്പോൾ എങ്കിലും ഞങ്ങൾ സംതൃപ്തരാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഈ സേവനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നതിൽ.